ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് ഓഫ് ലക്ഷ്യ കൊമേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് BCom സെക്കൻഡ് ഇയറിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആയിട്ടാണ്. അതിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ സിങ്കിങ് ഫണ്ട് മെത്തേഡായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ പാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ലക്ഷ്യ കൊമേഴ്സിൻ്റെ വീഡിയോ കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ഏത് ക്ലാസ് ആണോ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വീഡിയോസ് വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി അധികം ഡിലേ ഇല്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് സിങ്കിങ് ഫണ്ടിനെ കുറിച്ചാണ്, സിങ്കിങ് ഫണ്ട് മെത്തേഡിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഡിബഞ്ചർ, ഒരു കമ്പനി ഡിബഞ്ചർ റിഡീം ചെയ്യാനായിട്ട് 4 സോഴ്സസ് ആണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതൊന്ന് ഫ്രഷ് ഇഷ്യൂ ആണ്, ദെൻ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നു, ദെൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് റിഡീം ചെയ്യുന്നു. ഫൈനലി നമുക്ക് ഒരു മെത്തേഡും കൂടി ഉള്ളതാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇൻഷുറൻസ് പോളിസി ഉണ്ട്, സിങ്കിങ് ഫണ്ട് ഓർ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൽ സിങ്കിങ് ഫണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു മെത്തേഡ്. സെപ്പറേറ്റ് ചിലപ്പോൾ essay ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായി നോക്കേണ്ട ഒരു പാർട്ട് തന്നെയാണ് സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം കമ്പനി മാറ്റിവെച്ച് അതെന്ത് ചെയ്യാണ്, കമ്പനി ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാണ്. സോ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. ഓരോ വർഷവും ഒരു കമ്പനി പ്രോഫിറ്റിൽ നിന്ന് ഒരു പാർട്ട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ആ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ആ എമൗണ്ട് ഏതെങ്കിലും അനദർ കമ്പനിയുടെ വേറെ പുറത്തുള്ള ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയിലോ ഇക്വിറ്റിയിലോ ഷെയർസിലോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിലോ ഒക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് കമ്പനിക്ക് എന്താണ് ഒരു ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റും കൂടി ഓരോ ഇയറിൽ കിട്ടുന്ന ആ ഇൻട്രസ്റ്റും അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നു. ദെൻ ഫൈനലി റിഡീം ചെയ്യേണ്ട സമയമാകുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുകയാണ്, സെയിൽ ചെയ്യുകയാണ്. ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ അത് വിൽക്കുന്നു, അല്ലെങ്കിൽ ഡിബഞ്ചർ ആണെങ്കിൽ അത് റിഡീം ചെയ്ത് കമ്പനി എന്ത് വാങ്ങുന്നു, പൈസ വാങ്ങി നമ്മുടെ കമ്പനിയുടെ സ്വന്തം ഡിബഞ്ചർ റിഡീം ചെയ്യാണ് ചെയ്യുന്നത്. സോ അത് സിമ്പിളാണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് സെറ്റ് അസൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഔട്ട് ഓഫ് പ്രോഫിറ്റിലും ഇത് തന്നെയല്ലേ നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നമ്മൾ റിസർവ് ആയിട്ട് അത് കമ്പനിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ്, അത് വേറെ എവിടെയും കൊണ്ടുപോയി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ സിങ്കിങ് ഫണ്ടിലാണെങ്കിൽ പ്രോഫിറ്റിൽ നിന്നൊരു പാർട്ട് നമ്മൾ മാറ്റിവെച്ച് ആ പാർട്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ ഒരു അവന്യൂവിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഫൈനലി എന്താണ്, നമ്മൾ ഈ ഡിബഞ്ചർ റിഡംഷൻ ചെയ്യേണ്ട സമയമാകുമ്പോൾ അത് യൂസ് ചെയ്യുന്നു. ചിലപ്പോൾ അത് നമുക്കതിൽ നിന്ന് വേണമെങ്കിൽ ലോസ് സംഭവിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റും സംഭവിക്കാം. അപ്പോൾ ഇതാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ജേണൽ എൻട്രീസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എന്താണ്, അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ എത്ര വർഷത്തേക്കാണ് ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് വെച്ചെങ്കിൽ ഓരോ വർഷവും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ആൻഡ് ലാസ്റ്റ് ഇയർ എന്നുള്ള രീതിയിലാണ് ജേണൽ എൻട്രീസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഒരു പാർട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്, അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് എന്നും പറയും. സോ നമുക്ക് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് തന്നെ പറയാം. ഇനി വരുന്ന എൻട്രിയാണ് വെൻ ദ എമൗണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ഇൻട്രസ്റ്റ്. ഇനി ഈ എമൗണ്ട് കൊണ്ടുപോയി നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്, വേറെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി നമ്മളിതിൽ നിന്ന് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയറിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് ലഭിക്കാൻ തുടങ്ങും. ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്താൽ ഇൻട്രസ്റ്റ് ലഭിക്കും. സോ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഇനി ഈ ഇൻട്രസ്റ്റ് എന്താണ്, സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. ദെൻ പ്രോഫിറ്റിൽ നിന്ന് വീണ്ടും നമ്മൾ സെറ്റ് അസൈഡ് ചെയ്യുന്നു. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. ദെൻ വീണ്ടും ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഇൻട്രസ്റ്റ് വീണ്ടും റിസീവ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഇനി ഇൻട്രസ്റ്റ് നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്.
ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് റീഇൻവെസ്റ്റ് ചെയ്യില്ല, ഇത് വിൽക്കുകയാണ് ചെയ്യുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, നമ്മളിത് വിൽക്കുന്നു. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വിറ്റു. ഇനി അതിൽ പ്രോഫിറ്റ് ആണെങ്കിൽ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്, അഥവാ ലോസ് ആണെങ്കിൽ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഇനി നമ്മൾ റിഡംഷൻ ചെയ്യാണ് ഡിബഞ്ചർ. സോ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്, എമൗണ്ട് പേ ചെയ്തു. ഫൈനലി സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ റിസർവ്, നമ്മൾ ആ എമൗണ്ട് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അവസാനം. അപ്പോൾ ഇത്രയാണ് എൻട്രീസ്. അപ്പോൾ കുറേ എൻട്രീസ് ഉണ്ട്. അപ്പം ഞാനിതൊന്ന് വേഗം ഒന്ന് പറഞ്ഞു പോയതാണ്. ഈ എൻട്രീസ് ആദ്യം നിങ്ങൾ കാണാതെ പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മളുടെ പ്രോബ്ലത്തിൽ എത്ര വർഷത്തേക്കാണോ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിഡംഷൻ എത്ര വർഷം കഴിഞ്ഞാണോ എങ്കിൽ ഇത് സെയിം എൻട്രീസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞാൽ, അതിൻ്റെ ട്രാക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കിങ് ഫണ്ടിൻ്റെ പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഏറ്റവും എളുപ്പമുള്ളൊരു ഏരിയ, ഒപ്പം തന്നെ ടഫാണെന്നും പറയാം. കാരണം ഇതിൻ്റെ ആ ഒരു രീതി മനസ്സിലാവണം. നമ്മൾ ആ എഴുതുന്ന ആ ഒരു ഓർഡർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിന് മുൻപ് നമുക്ക് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് മെത്തേഡിൻ്റെ കുറച്ച് മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ മെറിറ്റ്സിൽ പറയണത് ഒന്നാമത്തെ, as a funds required for redemption is accumulated outside the business, so it's not disturbing the financial position. അതായത് കമ്പനിയുടെ റിഡംഷന് ആവശ്യമായിട്ടുള്ള ഡിബഞ്ചർ റിഡംഷൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുന്നത് കമ്പനിക്ക് പുറത്താണ്. മീൻസ് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലൊന്നും യൂസ് ചെയ്തിട്ടല്ല ഇത് സെറ്റ് അസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താണ് കമ്പനിയുടെ ലിക്വിഡിറ്റിയിലൊന്നും പ്രോബ്ലംസ് ഉണ്ടാവില്ല. കാരണം റിഡംഷൻ്റെ എമൗണ്ട് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഫൈനാൻഷ്യൽ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പറയുന്നത്, ഇഫ് എനി എമർജൻസി ഒക്കേർഡ് വി ക്യാൻ സോൾഡ് ഔട്ട് ദി ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റി. ഇനി എന്തെങ്കിലും ഒരു എമർജൻസി ഒക്കെ ചെയ്യുകയാണെങ്കിൽ, റിഡംഷൻ ചെയ്യുന്ന സമയത്തിനേക്കാളും മുൻപ് ഇത് തിരിച്ചു കൊടുക്കേണ്ട സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, ആ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം തന്നെ സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് വെച്ച് ഈ ഡിബഞ്ചറിനെ എന്ത് ചെയ്യാം, റിഡീം ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ്. 2 മെറിറ്റ്സ് ആണ് പറയുന്നത്. ദെൻ ഡിമെറിറ്റ്സ് പറയുന്നത് ലോസ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ചിലപ്പോൾ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഓപ്പർച്യൂണിറ്റി ലോസ് സംഭവിക്കാം. അപ്പോൾ അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ്. കാരണം നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ടാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എമൗണ്ട് കുറയാണ് ചെയ്യുന്നത്. ദെൻ പിന്നെ പറയുന്ന ഒരു കാര്യം, റേറ്റ് ഓഫ് റിട്ടേൺസ് മേ ബി ഡിക്രീസ്. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ അവന്യൂസിൽ നിന്നൊന്നും കറക്റ്റായിട്ടുള്ള ഒരു റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ ലോ റേറ്റ് കിട്ടുന്ന വല്ല അവന്യൂസിലായിരിക്കാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അതും ഒരു ഫാക്ടറാണ്. ദെൻ ഫൈനലി പ്രോഫിറ്റ് ഇസ് ഡിക്രീസ്ഡ് ആൻഡ് ദ ഡിവിഡൻഡ് ഓൾസോ ഡിക്രീസ്ഡ്. പ്രോഫിറ്റിൽ നിന്ന് നമ്മളൊരു ഭാഗം സെറ്റ് അസൈഡ് ചെയ്ത് വെക്കുകയാണ് സിങ്കിങ് ഫണ്ടിലേക്ക്. പിന്നെ സിങ്കിങ് ഫണ്ടിലേക്ക് മാത്രമല്ല ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് മാറ്റി വെക്കേണ്ടത്. നമുക്കറിയാം കുറേ സോഴ്സസ് ഉണ്ട്. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ അത് റിട്ടൈൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല എന്താണ്, ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യണം. ഇക്വിറ്റി ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൂടി പ്രൊവൈഡ് ചെയ്യണം. സോ അവരുടെ ഡിവിഡൻഡിൻ്റെ എമൗണ്ടും കുറയാനായിട്ട് ഒരു കാരണമാണ് സിങ്കിങ് ഫണ്ട് ക്രിയേഷൻ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പം നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓരോ ഇയറിലും എങ്ങനെയാണ് എൻട്രീസ് എഴുതേണ്ടതെന്നൊക്കെ മനസ്സിലാവും. ഓക്കെ. നവീൻ ലിമിറ്റഡ് ഇഷ്യൂഡ് 20,000 12% debentures of 100 each on January 1st, 2000, redeemable after 4 years. For this purpose, the company decided to set up a debenture redemption fund. The fund is invested in investment carrying 4% interest per annum. The sinking fund table shows that 0.2355 invested annually at 4% will accumulate to ₹1 at the end of 4 years. On 31st December 2003, the investments realized 15 lakh. The debentures were redeemed. Give journal entries to record the above. Calculations are made to the nearest rupee. അപ്പോൾ ഇവിടെ പറയുന്നത്, നവീൻ ലിമിറ്റഡ് 20,000 12% വരുന്ന ഡിബഞ്ചേഴ്സ് 100 രൂപ വീതം വെച്ചിട്ട് ജാനുവരി 1 2000 ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. 2000 ജാനുവരി 1 ഇഷ്യൂ ചെയ്തു. ഇത് 4 വർഷം കഴിഞ്ഞാണ് റിഡംഷൻ നടത്തുന്നത്. കമ്പനി ഇതിനു വേണ്ടി ഒരു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഈ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത ഈ എമൗണ്ടിനെ 4% ഇൻട്രസ്റ്റ് ലഭിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോയി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൂടി പറയുന്നു. സിങ്കിങ് ഫണ്ട് ടേബിൾ അനുസരിച്ച് 0.2355 രൂപി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 4% ഇൻട്രസ്റ്റ് വെച്ചിട്ട് 4 വർഷം കൊണ്ട് 1 രൂപ ലഭിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ എമൗണ്ട് ഇവിടെ തന്നിട്ടുള്ളത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് എന്ത് ചെയ്യണം, സെറ്റ് അസൈഡ് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ എമൗണ്ട് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഇതേ ഇൻറ്റു നമ്മൾ ഡിബഞ്ചറിൻ്റെ വാല്യൂ ചെയ്തിട്ട് ആ എമൗണ്ടാണ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കേണ്ടത് ഓരോ കൊല്ലം. ഓക്കെ, അത് കൺഫ്യൂഷനൊന്നും വേണ്ട, ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ എമൗണ്ട് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, then on December 31st, 2003 the investments realized rupees 15 lakh 15 ലക്ഷം രൂപ ഡിസംബറിൽ നമ്മളതിന് റിയലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് കൊടുക്കാനായിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പം നമ്മളൊരു പ്രോപ്പർ ജേർണൽ വരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എൻട്രീസ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത എൻട്രി എഴുതണം. സോ 2000 January 1st ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. എത്രയാണ്, 20,000 ഷെയർസ് 100 രൂപ വെച്ചിട്ട്. സോ 20 lakh 20 ലക്ഷം രൂപ. ഇനി ആ വർഷത്തിൻ്റെ അവസാനം December 31st നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് എമൗണ്ട് മാറ്റണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. അതെത്രയാണ് മാറ്റേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു എമൗണ്ട് ഒരു പോയിന്റ് നിന്നുള്ള വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത്. സോ 20 lakh ഇൻറ്റു 0.2355 ഇത്രയും എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിലേക്ക് മാറ്റി വയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 4,71,000 രൂപയാണ്, 4,71,000. ഓക്കെ, എന്നിട്ട് നമ്മളത് December 31st തന്നെ എന്താണ്, സിങ്കിങ് ആ എമൗണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്തു, ആ എമൗണ്ട് തന്നെ എഴുതി. ദെൻ നമുക്ക് രണ്ടാമത്തെ വർഷം 2001 December 31st അതിൻ്റെ എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 4,71,000 രൂപയുടെ 4% വെച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് 18,840 രൂപ നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ കിട്ടിയ ഈ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് തന്നെ കൊടുത്തു, സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് തന്നെ കൊടുത്തു. സോ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ഡിസംബർ ആ വർഷം അവസാനം തന്നെ 2001 നമുക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ ഇയറിലത്തെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം മാറ്റി വയ്ക്കണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. എത്രയാണോ മാറ്റി വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മാറ്റി വെച്ചില്ലേ, 20 ലക്ഷം ഇൻറ്റു 0.2355 ചെയ്തിട്ട് ആ എമൗണ്ട് തന്നെ കറക്റ്റ് മാറ്റി വയ്ക്കുക. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് റീഇൻവെസ്റ്റ് ചെയ്യണം. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ മാറ്റിവെച്ച 4,71,000 രൂപയും ഒപ്പം നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റും. നമുക്ക് മുൻപ് കിട്ടിയിട്ടില്ലേ ഇൻട്രസ്റ്റ്, അതെത്രയാണ്, 18,840. ആ ഇൻട്രസ്റ്റും കൂടി നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യും. സോ നമുക്ക് മൊത്തം എത്രയാണ്, 4,89,840 രൂപ നമ്മൾ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ആ ഇയർ കഴിഞ്ഞു. ഇനി 2002 December 31st നമുക്ക് വീണ്ടും എന്ത് ലഭിച്ചു, ഇൻട്രസ്റ്റ് ലഭിച്ചു. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് എത്ര രൂപയ്ക്കാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്, 4,71,000 രൂപ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിയതിനും പ്ലസ് നമുക്ക് എന്താണ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി വേറൊരു എമൗണ്ട് 4,89,840 രൂപ. ഈ രണ്ട് എമൗണ്ടിനും കൂടിയിട്ടാണ് നമുക്ക് എന്ത് ലഭിക്കുക, ഇൻട്രസ്റ്റ് ലഭിക്കുക. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, 38,434 രൂപ. ഇനി ഈ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റണം. സോ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു 38,434 രൂപ. ദെൻ December 31st നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്യണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 4,71,000 രൂപ. ദെൻ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് 4,71,000. പിന്നെ എന്ത് ചെയ്യണം, ആ ഇൻട്രസ്റ്റും കൂടി റീഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് കിട്ടി, ടോട്ടൽ 5,09,434.
ഇനി എന്ത് ചെയ്യണം? വീണ്ടും നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. നമുക്കതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഏതിൻ്റെയൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ? 4,71,000 പ്ലസ് 4,89,840 നമ്മുടെ അക്കൗണ്ടിൽ ഓൾറെഡി ഉണ്ട്, പ്ലസ് ഇപ്പോൾ ഇട്ട 5,09,434 രൂപയുടെ ഇൻട്രസ്റ്റും കൂട്ടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ടോട്ടൽ ഇൻറ്റു 4/100. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 58,811. സോ 58,811 റുപ്പീസ് നമുക്ക് എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. ഈ ഇൻട്രസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു? സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 58,811 രൂപ. ഇനി ആ ഇയറിൽ തന്നെ 2003 ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ 2003 December 31 പ്രോഫിറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ 4ാമത്തെ വർഷത്തിൻ്റെ അവസാനമാണിത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ വർഷം മാറ്റി വെക്കണം, പക്ഷേ അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് പഴയ പോലെ തന്നെ 4,71,000 രൂപ നമ്മൾ നീക്കി വെച്ചു. അപ്പോൾ ഇത് 4th ഇയർ ആണ്. 4th ഇയറിൽ ഇനി നമുക്കത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇത്രയും എൻട്രീസ് നിങ്ങൾ നോക്കാം, സെയിം റിപ്പീറ്റേഷനാണ്. ഇതിൻ്റെ എമൗണ്ട്സിന് മാത്രമാണ് വ്യത്യാസമുള്ളത്. ദെൻ 4ാമത്തെ വർഷത്തെ അവസാനം എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് വിറ്റു, ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റു. സോ നമുക്ക് എമൗണ്ട് കിട്ടി. എത്ര രൂപയ്ക്കാണ് വിറ്റത്? നമ്മൾ 15 ലക്ഷം രൂപയ്ക്കാണ് നമ്മളത് വിറ്റത്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 15 ലക്ഷം രൂപയ്ക്ക് നമ്മളത് വിറ്റു. നമ്മളത് വിറ്റ് ഇനി നമുക്കത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കണം. സോ അതറിയാൻ വേണ്ടിയിട്ട് 3 വട്ടം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഉണ്ടല്ലോ, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എൻട്രി വരുന്ന ആ 3 എമൗണ്ട് നമ്മൾ എടുക്കുക. അത് ഏതൊക്കെയാണ്? 4,71,000, 4,89,840, ദെൻ 5,09,434. ഇത് 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14,70,274 രൂപയാണ്. പക്ഷെ നമ്മൾക്കത് ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റത് എത്ര രൂപയ്ക്കാണ്? 15 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ ഇവിടെ എന്താണ്? പ്രോഫിറ്റ് ആണ്. കാരണം കമ്പനി ഇൻവെസ്റ്റ് ചെയ്തത് 14,70,274 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ കിട്ടിയത് 15 ലക്ഷം രൂപയാണ്. സോ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ എൻട്രി എഴുതാം, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. എത്രയാണ് നമുക്ക് വന്ന വ്യത്യാസം എന്ന് പറയുന്നത്? 29,726, 29,726 രൂപയാണ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്. സോ ഇനി നമുക്ക് റിഡംഷൻ നടത്താം. അപ്പോൾ റിഡംഷൻ നടത്തുമ്പോൾ ആദ്യം ഡ്യൂ ആവുന്ന എൻട്രി എഴുതണം. 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് 20 lakh. ദെൻ നമ്മളത് പേ ചെയ്തു. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് 20 lakh പേയ്മെൻറ്റ് നടത്തി. ഇനി എഴുതേണ്ടത് സിങ്കിങ് ഫണ്ടിലേക്ക് വന്ന എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. സോ സിങ്കിങ് ഫണ്ടിലേക്ക് നമുക്ക് മൊത്തം കിട്ടിയത് നമ്മുടെ ഡിബഞ്ചറിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 20 ലക്ഷം പ്ലസ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ആയിട്ടുള്ള 29,726 രൂപയും. സോ മൊത്തം 20,29,726. ഇതിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻട്രി വരുന്ന സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിസർവ്. ഈ ക്യാപിറ്റൽ റിസർവിലേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു 20,29,726. ദെൻ ജനറൽ റിസർവിലേക്ക് ആ 20 lakh മാറ്റി വയ്ക്കുക. ക്യാപിറ്റൽ റിസർവിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആയിട്ടുള്ള 29,726 രൂപ മാറ്റി വെച്ചു. സോ ഇത്രയാണ് നമുക്ക് വരുന്ന എൻട്രീസ്. ഇത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാതും റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ആദ്യത്തെ കൊല്ലം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് തൊട്ട് വരുന്ന എൻട്രീസ് ഒക്കെ റിപ്പീറ്റഡ് ആണ്. ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റി വെച്ചു, ദെൻ അത് സിങ്കിങ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടി, അതിൻ്റെ ഇൻട്രസ്റ്റ് വീണ്ടും സിങ്കിങ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, ദെൻ വീണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു സിമ്പിൾ ലോജിക്കിൽ ഇത് മനസ്സിലാക്കാം. ഇതിൻ്റെ എമൗണ്ട് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത്. എമൗണ്ട് നിങ്ങളാകെ എഴുതിയിട്ട് തെറ്റിക്കാൻ പാടില്ല. എമൗണ്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് എഴുതണം. അപ്പോൾ ദെൻ ഫൈനലി എങ്ങനെയാണ് പ്രോഫിറ്റ് ലഭിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിങ്കിങ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത 3 വർഷം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി, അതിൻ്റെ ടോട്ടൽ നോക്കി, ടോട്ടലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് സെയിൽ ചെയ്ത എമൗണ്ട് നമ്മൾ ലെസ് ചെയ്തു. അപ്പോൾ എന്താണ്? നമുക്ക് പ്രോഫിറ്റാണ് കിട്ടിയെന്ന് മനസ്സിലായി. ദെൻ നമ്മൾ റിഡംഷൻ നടത്തുന്ന എൻട്രീസ് ഫൈനലി എഴുതി സിങ്കിങ് ഫണ്ട് ജനറൽ റിസർവിലേക്കും ക്യാപിറ്റൽ റിസർവിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമുക്ക് വന്ന എൻട്രീസ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, നോക്കി കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കാം. ഒറ്റ തവണ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് പ്രോബ്ലം സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയാണ് പറയുന്നത്. സിങ്കിങ് ഫണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്.
ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്ലാസ് പ്ലേ ബാക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് സ്ലോവിൽ കേട്ട് നോക്കാം. അപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി വരുന്ന 2 മെത്തേഡും കൂടി ആയിരിക്കും അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞു. സോ ആ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക്